ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 11. വിശ്വരൂപം. ശ്ലോകം 8. പേജ് നമ്പർ 581. നതു മാം ശക്യസി ദ്രഷ്ടുമനേനൈവ സ്വചക്ഷുഷാ ദിവ്യം ദദാമി തേ ചക്ഷുഃ പശ്യ മേ യോഗമൈശ്വരം. പദാനുപദം. കിം തു എന്നാൽ, അനേന ഈ, സ്വചക്ഷുഷ ഏവ സ്വന്തം കണ്ണുകൾ കൊണ്ട്, മാം എന്നെ, ദ്രഷ്ടും ദർശിക്കുവാൻ, ന ശക്യസേ നീ ശക്തനാവുന്നില്ല, തേ നിനക്ക്, ദിവ്യം ദിവ്യമായ, ചക്ഷുഃ ചക്ഷുസിനെ കണ്ണിനെ, ദദാമി ഞാൻ നൽകുന്നു, മേ എൻ്റെ, ഐശ്വരം അചിന്ത്യമായ, യോഗം യോഗത്തെ, പശ്യ ദർശിക്കുക. വിവർത്തനം. പക്ഷേ നിന്റെ ഈ നേത്രങ്ങൾക്ക് ഞാൻ ദൃശ്യനാവില്ല, അതുകൊണ്ട് നിനക്ക് ഞാൻ ദിവ്യ ചക്ഷുസ് നൽകുന്നു. എൻ്റെ വിഭൂതികളെ യഥേഷ്ടം കണ്ടുകൊള്ളൂ. ഭാവാർത്ഥം. ഒരു ശുദ്ധഭക്തൻ കൃഷ്ണനെ ദ്വിഭുജ രൂപത്തിലല്ലാതെ വേറൊരു രൂപത്തിലും കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒരു ഭക്തന് ഭഗവത് കാരുണ്യത്താൽ ഭഗവാന്റെ വിശ്വരൂപം ദർശിക്കാം. മനസ്സുകൊണ്ടല്ല, ആത്മീയ നേത്രങ്ങൾ കൊണ്ടാണ് വിശ്വരൂപം ദർശിക്കേണ്ടത്. കൃഷ്ണന്റെ വിശ്വരൂപം കാണാൻ മനസ്സിനെ മാറ്റുകയല്ല, വീക്ഷണം മാറ്റുവാനാണ് കൃഷ്ണൻ നിർദ്ദേശിച്ചത്. അതിപ്രധാനമായ ഒന്നല്ല കൃഷ്ണന്റെ വിശ്വരൂപം. അത് പിന്നീടുള്ള ശ്ലോകങ്ങളിൽ നിന്ന് മനസ്സിലാകും. അർജുനൻ ആഗ്രഹം പ്രകടിപ്പിച്ചതുകൊണ്ട് അതിനാവശ്യമായ വീക്ഷണ വിശേഷം കൃഷ്ണൻ കൊടുത്തു. കൃഷ്ണനുമായി ആധ്യാത്മിക ബന്ധം പുലർത്തിപ്പോരുന്ന ഭക്തന്മാർ അദ്ദേഹത്തിൻ്റെ പ്രേമഭാവത്താലാണ്, അനീശ്വരമായ വിഭൂതി പ്രദർശനത്താലല്ല ആകൃഷ്ടരാകുന്നത്. കൃഷ്ണന്റെ കളിച്ചങ്ങാതികളാകട്ടെ മാതാപിതാക്കളാകട്ടെ ഈ വിഭൂതികൾ കാട്ടിത്തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. കൃഷ്ണൻ പുരുഷോത്തമനായ ഭഗവാനാണെന്നു തന്നെ അവർ അറിഞ്ഞിട്ടില്ല. അത്രയുമധികം വിശുദ്ധ സ്നേഹത്തിൽ മുഴുകിയിരുന്നു അവരുടെ ഹൃദയങ്ങൾ. പ്രേമഭരിതമായ സഹവാസത്തിൽ
കൃഷ്ണന്റെ സമുത്കൃഷ്ടത അവർ വിസ്മരിക്കുന്നു. കൃഷ്ണനോടൊപ്പം കളിച്ചു വന്ന കുട്ടികളെല്ലാം പരിശുദ്ധരായ ജീവാത്മാക്കളാണെന്നും അനേകായിരം ജന്മങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ അവർക്ക് കൃഷ്ണനുമായി കളിക്കാൻ സാധിച്ചതെന്നും ഭാഗവതത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ആ ബാലന്മാർ കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനാണെന്ന് അറിഞ്ഞിരുന്നില്ല. അവർക്ക് കൃഷ്ണൻ ഉറ്റ സുഹൃത്താണ്. ശുകദേവ ഗോസ്വാമി പറയുന്നു, ഭാഗവതം 10:12-11 ഇത്തം സതാം ബ്രഹ്മസുഖാനുഭൂത്യ ദാസ്യം ഗതാനാം പരദൈവതേന മായാശ്രിതാനാം നരതാരകേണ സാകം വിജഹ്രുഃ കൃതപുണ്യപുഞ്ജാഃ. മഹർഷിമാർ അവ്യക്തഗത ബ്രഹ്മമാണെന്നും ഭക്തന്മാർ ഭഗവാനെന്നും സാധാരണ ജനങ്ങൾ ഭൗതിക പ്രകൃതികളുടെ സന്താനമെന്നും കരുതുന്ന പരമപുരുഷൻ ഇവിടെ നിലകൊള്ളുന്നു. ജന്മാന്തരങ്ങളിൽ എണ്ണമറ്റ പുണ്യകർമ്മങ്ങൾ ചെയ്തതുകൊണ്ട് ഈ ബാലന്മാർ ആ പരമദിവ്യോത്തമ പുരുഷനോടൊപ്പം കളിക്കുന്നു. അതുകൊണ്ട് ഉത്തമ ഭക്തൻ വിശ്വരൂപ ദർശനം ആഗ്രഹിക്കുന്നില്ല. അർജുനന് കൃഷ്ണന്റെ പ്രസ്താവനകൾ സാധൂകരിക്കണമായിരുന്നു. അതോടൊപ്പം ഭാവിയിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുകയും വേണം. താൻ പരമദിവ്യോത്തമ പുരുഷനാണെന്ന് കൃഷ്ണൻ പറഞ്ഞത് വെറും സൈദ്ധാന്തികമായോ ദാർശനികമായോ അല്ല. യഥാർത്ഥത്തിൽ അദ്ദേഹം പരമദിവ്യോത്തമ പുരുഷനാണെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. ശിഷ്യ പരമ്പരയുടെ ആദ്യ കണ്ണിയായതുകൊണ്ട് അർജുനന് ഈ ഉറപ്പു നൽകേണ്ടത് ആവശ്യമാണ്. പരമദിവ്യോത്തമ പുരുഷനായി കൃഷ്ണനെ അറിയാനും അർജുനനെ പിന്തുടരാനും ആഗ്രഹിക്കുന്നവർക്കു വേണ്ടി കൃഷ്ണൻ സൈദ്ധാന്തികമായി താൻ പരമപുരുഷനാണെന്ന് പറയുക മാത്രമല്ല, അതു വാസ്തവത്തിൽ വെളിപ്പെടുത്തുകയും ചെയ്തു. തൻ്റെ വിശ്വരൂപം ദർശിക്കുന്നതിലേക്കായി ഭഗവാൻ അർജുനന് ദിവ്യചക്ഷുസ് നൽകി. നേരത്തെ പ്രസ്താവിച്ചതുപോലെ അർജുനന് വിശ്വരൂപം കാണുവാൻ വലിയ താത്പര്യമില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഹരേ കൃഷ്ണ.